ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം SSC ആകട്ടെ RRB പരീക്ഷകളാകട്ടെ നമുക്ക് സ്ഥിരം ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയയാണ് മുഗൾ സാമ്രാജ്യം, മുഗൾ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഏതോ ഒരു നാട്ടിൽ ജനിച്ച് വന്ന് യുദ്ധം നടത്തി, ഒന്നാം പാനിപ്പട്ട് യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിലൂടെ ആ പ്രദേശത്തുണ്ടായിരുന്ന രാജാവിനെ തോൽപ്പിച്ച് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് 4 വർഷം കൊണ്ട് മരണപ്പെട്ട് മുകളിലേക്ക് പോയ, അതായത് ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിച്ച മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ഒരു രാജാവിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ തുടക്കം, അദ്ദേഹത്തിന്റെ യാത്ര, ഇന്ത്യയിലേക്ക് എത്തിയത്, ഇന്ത്യയിൽ അദ്ദേഹം എന്താണ് ചെയ്തത്, ആ ചെറിയൊരു ഷോർട്ട് സ്പാനിൽ മറ്റുള്ള രാജാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതം കാലയളവ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാലയളവിൽ അദ്ദേഹം ചെയ്തെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് വേറൊന്നുമല്ല, ബാബർ. ആരായിരുന്നു ബാബർ എന്നാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒന്നാം പാനിപ്പട്ട് യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് 1526 വിജയം ബാബറിനൊപ്പമായിരുന്നു. ആരെയാണ് അദ്ദേഹം തോൽപ്പിച്ചതെന്നുള്ളത് പറഞ്ഞുതരാം. 1525 ഇന്ത്യയുടെ ഒരു മാപ്പാണിത്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ഒരു പോർഷനിൽ ഡോമിനേറ്റ് ചെയ്തവര് മാപ്പിൽ കാണിക്കുന്നത് അഫ്ഗാൻ എംപയർ എന്നാണ്. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ രാജവംശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലോധികളാണ്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ രാജവംശമായിട്ടുള്ള ലോധികൾ. ഈ ലോധികൾ ഭരിച്ചിരുന്ന ഈ പ്രദേശം, ബാക്കിയുള്ള പ്രദേശങ്ങൾ നിങ്ങൾ നോക്കട്ടോ, പല റീജിയണൽ ആയിട്ടുള്ള കിങ്ഡംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1525 കാര്യം പറയുന്നത്. 1526 ബാബർ ഈ പ്രദേശം പിടിച്ചെടുത്തു. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്ന് പറയുന്ന നമ്മുടെ കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാജീസ അല്ലേ? ബാജി ഇൻ സൗത്ത് ആഫ്രിക്ക, ബാജീസ എന്ന് ഓർത്താൽ മതി. അങ്ങനെ ഔറംഗസേബ് മരണപ്പെടുന്ന വർഷം 1707. ആ കാലഘട്ടം നോക്കുക. 1700 ഔറംഗസേബിന്റെ കാലഘട്ടത്തിലുള്ള മുഗൾ സാമ്രാജ്യത്തിന്റെ മാപ്പാണ് നമ്മൾ കാണുന്നത്. ബാബർ തുടങ്ങി വെച്ചത് ഏറ്റവും പീക്കിലേക്ക് എത്തിച്ചതാരാണ്? ഔറംഗസേബിന്റെ കാലഘട്ടമാണ്. ഓൾമോസ്റ്റ് എൻറ്റയർ ഇന്ത്യ, ഇന്നത്തെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന്റെ നല്ലൊരു പ്രദേശം, ഇതെല്ലാം ഔറംഗസേബിന്റെ കീഴിൽ വന്നിരുന്നു. 22 പ്രവിശ്യകൾ സുബാസ് ആരുടെ സമയത്തുണ്ടായിരുന്നു? ഔറംഗസേബിന്റെ സമയത്തുണ്ടായിരുന്നു. ഈ വ്യക്തികളെ പറ്റിയൊക്കെ നമുക്ക് പതുക്കെ ഓരോരോ സെഷനിലൂടെ പഠിക്കാം. ഇന്ന് നമുക്ക് ആദ്യം ആരെ പറ്റി പഠിക്കാം? ബാബറിനെ പറ്റി പഠിക്കാം. ബാബർ ജനിച്ച ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. ഫെബ്രുവരി 14 പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഫെബ്രുവരി 14 പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ബാബർ ജനിച്ച ദിവസം 1483 ഒരു ഫെബ്രുവരി 14 അദ്ദേഹം ജനിക്കുന്നത്. എവിടെ ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യയിലല്ല. ഇന്നത്തെ കുറേ ഇസ്ഥാനുകളിലെ കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അതിലെ ഒരു ഇസ്ഥാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാബർ ജനിക്കുന്നത് ഇന്നത്തെ, നോട്ട് ചെയ്തോളുക, ഉസ്ബെക്കിസ്ഥാൻ്റെതാ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഒരു താഴ്വര. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഈ ഭാഗത്ത് കാണുന്ന ഒരു താഴ്വര, പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഫെർഗാന താഴ്വര. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, അന്ന് തിമൂർ എന്ന് പറയുന്ന രാജാവിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പതുക്കെ എല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാം പറയുക എന്നുള്ള പോസിബിൾ അല്ലല്ലോ. ഈ തിമൂറിന്റെ വംശജരായിട്ടുള്ള തിമൂറിഡ് രാജവംശത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ ചെറിയ പ്രദേശങ്ങളുണ്ട്. അതിലൊന്നാണ് ഫെർഗാന വാലി എന്ന് പറയുന്നത്. ഈ ഫെർഗാന വാലിയിൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ അവിടുത്തെ രാജാവിന്റെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? ബാബർ ജനിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ബാബറിന്റെ പിതാവ് എന്ന് പറയുന്നതും ഒരു രാജാവ്, ഭരണാധികാരിയായിരുന്നു. ബാബർ രാജാവിന്റെ മകനായിരുന്നു, ലാലേട്ടനെ പോലെ. അപ്പോൾ മനസ്സിലാക്കുക, തിമൂറിഡ് ഗവർണർ ഓഫ് ഫെർഗാന എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തെ തിമൂർമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ, ഒരു സാമന്തന്റെ മകനായിട്ടാണ് ബാബർ ജനിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ബാബർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഗൾ സാമ്രാജ്യം, ഇവരുടെ 2 കണക്ഷൻ. ഇവര് സാക്ഷാൽ തിമൂറുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു, സാക്ഷാൽ ജംഗീസ് ഖാനുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അച്ഛൻ വഴി തിമൂറുമായിട്ടും, അമ്മ വഴി, തായ് വഴി ഇവര് ജംഗീസ് ഖാനുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. തിമൂറിഡ് രാജവംശമായിട്ടും മംഗോൾ രാജവംശമായിട്ടും ഇവർക്ക് ബന്ധമുണ്ട്. SSCയും RRBയും പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ജനിച്ച ബാബർ എങ്ങനെയാണ് ഈ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കുക. 1483 ജനിച്ച അദ്ദേഹം 1530 മരണപ്പെട്ടിട്ടുണ്ട്. 1530 മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 50 വയസ്സ് താണ്ടിയിട്ടില്ല.
ചരിത്രത്തിൽ ബിംബിസാര രാജാവിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. 50 വർഷത്തോളം ഭരിച്ച വ്യക്തിയാണ്. ഔറംഗസേബ് ഓൾമോസ്റ്റ് 50 വർഷത്തോളം ഭരിച്ചു. അക്ബർ ഓൾമോസ്റ്റ് 50 വർഷത്തോളം ഭരിച്ചു. ഇദ്ദേഹം 50 വയസ്സിൽ താഴെ ജീവിച്ചിരുന്നിട്ടുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ മനസ്സിലാക്കുക, ഫെർഗാന താഴ്വരയിലെ ഒരു അമീറിന്റെ മകനായിട്ട് അദ്ദേഹം ജനിച്ച ഒരു 11-12 വയസ്സുള്ളപ്പോൾ 1494 ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നു. അപ്പൊ ആ 12 വയസ്സുള്ള ബാലൻ എന്താകുന്നുണ്ട്, ഫെർഗാന താഴ്വരയുടെ അമീറായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 12 വയസ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അക്ബർ വന്നപ്പോൾ നേരിട്ടതുപോലെ ഒരു കലാപം നേരിടേണ്ടി വന്നേക്കാം, ഒരു റിബല്യൻ നേരിടേണ്ടി വന്നേക്കാം. അക്ബർ ഭരണമൊക്കെ തിരിച്ചു പിടിക്കുന്നില്ല. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ആനപ്പെട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇദ്ദേഹത്തിന് ഭരണം പിടിക്കാൻ സാധിക്കുന്നില്ല. ആ 12 വയസ്സുള്ള പയ്യൻ ഫെർഗാനയുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് എറിയപ്പെടുന്നു. അങ്ങനെ 11-12 വയസ്സിൽ ഭരണത്തിലേക്ക് വന്ന അദ്ദേഹത്തിന് ആ ഭരണം നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അത് തിരിച്ചു പിടിക്കാനായിട്ടും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും. 12 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ കാലഘട്ടത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഇന്ന് 12 വയസ്സിൽ നമ്മൾ ക്രിക്കറ്റോ ഫുട്ബോളോ കളിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. അന്ന് ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പലപ്പോഴായിട്ട് വീണ്ടും പലതും നേടിയെടുക്കുന്നു, പലതും നഷ്ടപ്പെടുന്നു, നേടിയെടുക്കുന്നു, നഷ്ടപ്പെടുന്നു. അങ്ങനെ ബാബറിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കയറ്റിറക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അദ്ദേഹം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം പിടിച്ചെടുക്കുന്നത് 1504 അതായത് പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത് 1526 അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 1504 അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രദേശമായിട്ടുള്ള കാബൂൾ അദ്ദേഹം പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ യാത്ര ഈ ഒരു മാപ്പിൽ നിന്ന് ഭയങ്കര ക്ലിയർ ആണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സെൻട്രൽ ഏഷ്യ ഭാഗത്തു നിന്നും അദ്ദേഹം പതുക്കെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാൻ ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ടും വന്ന് എങ്ങോട്ടേക്ക് എത്തും, അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും. ക്ലിയർ ആണോ? ഇവിടെ ഈ മാപ്പൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, പല സ്ഥലങ്ങളിലും നമ്മുടെ ഒഫീഷ്യൽ മാപ്പ് പോലെയല്ല കാണിച്ചിട്ടുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ മാപ്പ് പോലെയല്ല. അപ്പൊ അതൊരു കാര്യമാക്കണ്ട നിങ്ങൾ. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ അക്സായ് ചിഹ്നം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഗമായിട്ട് പല മാപ്പിലും കാണിച്ചിട്ടില്ല. നമ്മുടെ ഒഫീഷ്യൽ മാപ്പ് എല്ലായിടത്തും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒഫീഷ്യൽ മാപ്പ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇത് എടുത്തുനിന്ന് മാത്രം അത് ഒരു വലിയ പ്രശ്നമാക്കേണ്ടതില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഫെർഗാനയുടെ അമീറായി പിന്നീട് ആ സ്ഥാനം നഷ്ടപ്പെട്ട വ്യക്തി പിന്നീട് കാബൂൾ പിടിച്ചെടുത്ത് കാബൂളിന്റെ അമീറായിട്ട് മാറുന്നുണ്ട്. പതുക്കെ കിഴക്കോട്ട് വരുന്നു. ആ യാത്രയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1526 1526 ഇന്നത്തെ ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് നടന്ന ആദ്യത്തെ യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഈ പാനിപ്പട്ടിൽ വെച്ചിട്ട് 1556 വീണ്ടും ഒരു യുദ്ധം നടക്കുന്നുണ്ട്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. 1761 വീണ്ടും ഒരു യുദ്ധം നടക്കുന്നുണ്ട്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോ കമന്റുകൾ കാണാൻ സാധിക്കണം. എന്താണ് കമന്റ്? 1556 ആര് ജയിച്ചു, ആര് തോറ്റു? 1761 ആര് ജയിച്ചു, ആര് തോറ്റു? കമന്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടില് ജയിച്ച വ്യക്തി ബാബർ, തോറ്റ വ്യക്തി ലോധികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ലോധി രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ഇബ്രാഹിം ലോധി തോൽക്കുന്നു. എൻഡ് ഓഫ് ലോധി ഡൈനാസ്റ്റി, എൻഡ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, ബിഗിനിങ് ഓഫ് മുഗൾ എംപയർ. ഇത്രയും കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. CGL-ന്റെ ടയർ 2 നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 2024 എൻ്റെ ഓർമ്മ. ടയർ 2 ഈ ഒരു സാധനം മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഫെർഗാനയുടെ അമീറായിട്ട് തുടങ്ങുന്നു, സ്ഥാനം നഷ്ടപ്പെടുന്നു. പിന്നീട് വരുന്നു കാബൂളിന്റെ അമീറാകുന്നു. പിന്നീട് വരുന്നു മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നു ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിന് ശേഷം. അങ്ങനെ മുഗൾ എംപറർ, പാദ്ഷാ എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം സ്വീകരിക്കുന്നു. കരിയറിന്റെ ഏറ്റവും പീക്കിലെത്തുന്നത് ആ സമയത്താണ് ബാബർ കേട്ടോ. കരിയറിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തുന്നത് ആ സമയത്താണ്. പാനിപ്പട്ട് ഹരിയാന കീഴ്പ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്നു. അങ്ങനെ പാനിപ്പട്ട് യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആഗ്രയും ഡൽഹിയും വരുന്നത്. ഈ പാനിപ്പട്ട് യുദ്ധം ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യുദ്ധത്തിന് ഉപയോഗിച്ച അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ബാബർ വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഗൺ പൗഡർ ഇൻ ഇന്ത്യ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ആർട്ടിലറി ഇൻ ഇന്ത്യ. വലിയ തോക്കുകൾ, കാനൺസ്, പീരങ്കികൾ, വെടിമരുന്ന്, ഇതെല്ലാം ഇന്ത്യയിൽ ഉപയോഗിച്ചത് ബാബറാണ്. കണ്ടുപിടിച്ചതെന്ന് പറയുന്നില്ല. ഈ സാധനമൊക്കെ ചൈനയിലൊക്കെ തുടങ്ങുന്നുണ്ട്, സെൻട്രൽ ഏഷ്യയിലേക്ക് പോകുന്നുണ്ട്, യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു വാർഫെയറിൽ ഗൺ പൗഡർ ഉപയോഗിച്ചത്, ആർട്ടിലറി ഉപയോഗിച്ചത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ബാബറാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇബ്രാഹിം ലോധിക്ക് നോക്കി നിൽക്കാനേ സാധിക്കുള്ളൂ. അങ്ങനെ ബാബർ തുടങ്ങി വെച്ച ആ ഒരു
സാമ്രാജ്യം പിന്നീട് പീക്കിലേക്ക് എത്തിച്ച മുഗൾ രാജാക്കന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാജിസ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇതിനുശേഷവും രാജാക്കന്മാരുണ്ട് കേട്ടോ, പക്ഷെ അവർ അത്ര പ്രോമിനന്റ് ആയിരുന്നില്ല. ക്ലാസ്സിൽ നമ്മൾ ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് 1707 ഔറംഗസേബിന്റെ മരണശേഷം മുതൽ 1857 നമ്മൾ ശിപായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാർ വിളിച്ച ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരെയുള്ള മുഗളന്മാരില്ലേ, അവരെ നമ്മൾ ലേറ്റർ മുഗൾസ് എന്നുള്ള പേരിൽ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ഫോക്കസ് ആരാണ്? ഇന്നത്തെ ഫോക്കസ് ബാബറാണ്. ക്ലിയർ? അപ്പോൾ 1526 ഇന്ത്യയിലേക്ക് എത്തി പാനിപ്പട്ട് യുദ്ധം നടത്തിയ ബാബർ 1530 മരണപ്പെടുന്നു. സ്ലൈഡ് മാറിപ്പോയതല്ല കേട്ടോ. ഈ ചിത്രത്തിൽ കാണുന്ന ചില വ്യക്തികളെ നമുക്കറിയാം, ഇയാളെ നമുക്കറിയാം, ഇയാളെ നമുക്കറിയാം, ഇവർ പഠിച്ച കോളേജ് നമുക്കറിയാം, ആ കോളേജിനെ ബേസ് ചെയ്ത് ഇതേ ആളെടുത്ത ചിത്രം നമുക്കറിയാം. ഹൃദയ സിനിമ. ഏതാണ് കോളേജ്? KCG കോളേജ്. എന്താ ഇതിവിടെ പറയാൻ കാരണം എന്നറിയോ? ബാബർ ജനിച്ച ദിവസം നിങ്ങൾ നോക്കുക, ബാബറിനും ഇതുപോലെ പ്രണയിക്കാനായിട്ട് സാധിക്കും. ജനിച്ച ദിവസം നിങ്ങൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താ ദിവസത്തിന്റെ പ്രത്യേകത നോക്കുക. ഓക്കെ, ബാബറും പഠിച്ചത് ഇതേ കോളേജിലാണെന്ന് വിചാരിക്കുക. ബാബറും പഠിച്ചത് ഇതേ കോളേജിലാണ്, KCG കോളേജ്. 1526 പാനിപ്പട്ട്, 1530 മരണം. ഇതിനിടയിൽ 3 വർഷങ്ങളുണ്ട്, 1527, 1528, 1529. ഈ 3 വർഷങ്ങളിൽ ബാബർ നടത്തിയ യുദ്ധങ്ങൾ, ബാബർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ, അതാണ് KCG എന്നുള്ള കോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. KCG എന്തൊക്കെയാണ് ഈ KCG? പലതവണ വീണ്ടും നമ്മളോട് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. 1526 പാനിപ്പട്ട് കഴിഞ്ഞില്ലേ, 1527 ബാറ്റിൽ ഓഫ് ഖൻവ. അപ്പോ പാനിപ്പട്ട് നമുക്കറിയാം ഹരിയാനയിലാണ്, ചേർന്ന് കിടക്കുന്നു രാജസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം. അതായത് ആഗ്രയോട് ചേർന്ന് കിടക്കുന്ന രാജസ്ഥാനിലെ ഒരു പ്രദേശമാണ് ഖൻവ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭരിക്കുന്നത് ഒരു രജ്പുത് രാജാവായിരിക്കും. ഇദ്ദേഹം രജ്പുത്തുകളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പോൾ മഹാറാണ പ്രതാപിനെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്, പൃഥ്വിരാജ് ചൗഹാനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, അനംഗപാൽ തോമാറിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പഠിക്കുന്ന വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു രജ്പുത് രാജാവുണ്ട്. ആളുടെ പേരാണ് റാണാ സംഗ, ചിത്തൂരിന്റെ റാണാ സംഗ. ഈ ചിത്തൂരിന്റെ റാണാ സംഗ തന്റെ പടയാളികളെ ഉപയോഗിച്ചിട്ട് ആരെ നേരിടുന്നുണ്ട്? ബാബറിനെ നേരിടുന്നുണ്ട്. ഇതിൽ റാണാ സംഖ്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഫ്ഗാൻ മുസ്ലിംസ് വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു എന്നല്ല കേട്ടോ, ഇന്ത്യക്കകത്തുള്ള അഫ്ഗാൻ മുസ്ലിംസ്. മഹ്മൂദ് ലോധി വരുന്നുണ്ട്. അപ്പൊ കഥ ഏകദേശം ക്ലിയർ ആവും. ഓൾറെഡി പാനിപ്പട്ടിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ലോധികൾക്ക് ഭരണം നഷ്ടപ്പെട്ടു. ലോധികളായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ മുസ്ലിം രാജവംശം എന്ന് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ലോധികളുടെ ഫാമിലിയും അഫ്ഗാൻ മുസ്ലിംസും ആരെ സഹായിക്കും? ബാബറിനെ എതിർക്കുന്ന ആരെയും സഹായിക്കും. ഇവിടെ അവർ ആരെ സഹായിച്ചു? റാണാ സംഖ്യയെ സഹായിച്ചു. പക്ഷെ നമുക്കറിയാം ബാബറിന്റെ മിലിറ്ററി പാഠവും 11-12 വയസ്സിൽ ഓടാനായിട്ട് തുടങ്ങിയതാണ്. കയ്യിലുള്ള ഗൺ പൗഡർ, ആർട്ടിലറി എല്ലാം കാരണം എന്ത് സംഭവിച്ചു? കാണാതെ പഠിക്കേണ്ട, മുഗൾ വിക്ടറി. മുഗളന്മാർ ജയിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ മുഗളന്മാര് അല്ലെങ്കിൽ ബാബർ ഖൻവ യുദ്ധത്തിൽ റാണാ സംഖ്യയെ തോൽപ്പിച്ചപ്പോഴാണ് ആ ഒരു പ്രദേശം, ഏത് പ്രദേശം? ആഗ്ര കൃത്യമായിട്ട് ഇവരുടെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ കാബൂളിൽ നിന്നും അദ്ദേഹം തന്റെ ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ആഗ്രയിലേക്ക് മാറ്റുന്നു. അങ്ങനെ മുഗൾ സാമ്രാജ്യം ആഗ്രയിലേക്ക് എത്തുന്നു, പാനിപ്പട്ടിന് ശേഷം, ഖൻവയ്ക്ക് ശേഷം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഉത്തരം പറയുക. ആഗ്ര എന്ന് പറയുന്ന സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? ആഗ്ര എന്ന് പറയുന്ന സിറ്റിയുടെ ഫൗണ്ടർ, സ്ഥാപകൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, അപ്പൊ KCGയിൽ കഴിഞ്ഞു, 1527 കഴിഞ്ഞു. തൊട്ടടുത്ത വർഷം 1528 സിയിലെ ചന്ദേരി, ബാറ്റിൽ ഓഫ് ചന്ദേരി. അപ്പൊ കണ്ണടച്ചിട്ട് ഒന്ന് ഇന്ത്യയുടെ മാപ്പ് ആലോചിക്കുക. ഹരിയാന ഭാഗത്തേക്ക് അവരെത്തി, രാജസ്ഥാൻ ഭാഗത്തേക്ക് അവരെത്തി. അവരെങ്ങോട്ട് പോവും? മധ്യപ്രദേശ് ഭാഗത്തേക്ക് പോകും. കിഴക്കോട്ട് പോവാണ്. നോക്കൂ, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നു, കാബൂൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിലെ ലാഹോർ, പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കോട്ട് പോവാണ്. അപ്പൊ ചന്ദേരി എവിടെയാ? ചന്ദേരി മധ്യപ്രദേശാണ്. ഈ മധ്യപ്രദേശിലെ ചന്ദേരി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ പേരാണ് മെദിനി റായ്. ആദ്യ പേര് കേട്ടപ്പോൾ ഞാൻ കരുതിയത് ഒരു ഫീമെയിൽ റൂളർ ആണെന്നാണ്. പിന്നെ മനസ്സിലായി, എന്റെ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായി. ഐശ്വര്യ റായ് എന്നൊക്കെ പറയുന്ന പോലെ മെദിനി റായ് എന്ന് വിചാരിച്ചു. എന്റെ തെറ്റിദ്ധാരണയെന്ന് മനസ്സിലായി. ഇദ്ദേഹം ഒരു രജ്പുത് രാജാവായിരുന്നു. 1527 തോൽപ്പിക്കപ്പെട്ട റാണാ സംഖ്യയിലെ ഈ റാണാ സംഖ്യയോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ രാജവംശം കേട്ടാ, ചിത്തോർ എന്ന് പറയുന്ന ഭാഗത്തെ റാണാ സംഖ്യയോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ രാജവംശം, അവിടുത്തെ രാജാവായിരുന്നു. ഈ ചന്ദേരിയിൽ വെച്ചിട്ട് മെദിനി റായിനെ ആര് തോൽപ്പിക്കുന്നു? ബാബർ തോൽപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും അഫ്ഗാൻ മുസ്ലിംസ് ഇവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും? മെദിനി റായിക്കായിരിക്കും.
അങ്ങനെ മധ്യപ്രദേശ് ഭാഗത്തേക്ക് ബാബർ എത്തുന്നു. വീണ്ടും കിഴക്കോട്ട് പോകുന്നു. അങ്ങനെ ചന്ദേരി യുദ്ധത്തിന് ശേഷം തൊട്ടടുത്ത വർഷം, കാണാതെ പഠിക്കരുത്, 1529 KCGയിലെ ജി ഏതാണ്? ഘാഗര. ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട് ഗാഗ്ര, ഗണ്ഡക്, കോസി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗാഗ്ര ഏതാണ്? അതേ ബീഹാർ ഭാഗത്തെ ഗാഗ്ര, ഗണ്ഡക്, കോസി നദികൾ നോക്കുക. ഗംഗാ റിവർ സിസ്റ്റത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൽ ഈ ഗാഗ്ര, ഗണ്ഡക്, കോസി ഏത് സ്റ്റേറ്റിലൂടെയാണ് ഗംഗയിലേക്ക് ചേരുന്നത് നോക്കുക. KCGയിൽ 1527, 28, 29 ഗാഗ്ര 1529. ബാബറിനെ തോൽപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ കൻവയിൽ റാണാ സംഖ്യയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയ ലോധികളാണ്. മഹ്മൂദ് ലോധി ബംഗാൾ ഭാഗത്ത്, ബീഹാർ ഭാഗത്തുണ്ടായിരുന്ന സകലമാന ആളുകളെയും കൂട്ടി യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാം ബാബർ തന്നെയാണ് യുദ്ധം ജയിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, 11-12 വയസ്സിൽ തുടങ്ങി അദ്ദേഹം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ പല സ്ഥലങ്ങളിൽ തോറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ത്യ ഭാഗത്തേക്ക് വരുമ്പോൾ മിക്കവാറും എല്ലായിടത്തും വിജയം അദ്ദേഹത്തിനാണ്. പാനിപ്പട്ട്, KCG, കൻവ, ചന്ദേരി, ഗാഗ്ര, അങ്ങനെ ബീഹാറും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1526 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് പാനിപ്പട്ടിൽ ജയം, KCG, കൻവ, ചന്ദേരി, ഗാഗ്രയിൽ ജയം. 1530 അദ്ദേഹം മരണപ്പെടുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി രസകരമായിട്ടുള്ള കുറെ കഥകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം കുറച്ചുകൂടെ യാഥാർത്ഥ്യമാകാൻ ചാൻസ് ഉള്ളത് 486, 483 അദ്ദേഹം ജനിച്ചു എന്ന് പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ യുദ്ധം തുടങ്ങി. ആരോഗ്യം നഷ്ടപ്പെട്ടുണ്ടാവും. 1530 ആഗ്രയിൽ നിന്നും ലാഹോറിലേക്കുള്ള യാത്രക്കിടെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന് ആദ്യം അടക്കം ചെയ്തത് നമ്മുടെ ആഗ്രയിലാണ്. പക്ഷെ ആളുടെ ആഗ്രഹ പ്രകാരം പിന്നീട് ആളുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ സിറ്റി ആയിരുന്ന കാബൂളിൽ അദ്ദേഹം പണിയിപ്പിച്ച വലിയൊരു ഗാർഡൻ ഉണ്ട്. ബാബർ ചാർ ബാഗൻ സ്റ്റൈൽ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ചാർ ബാഗൻ സ്റ്റൈൽ. ബാഗ് എന്ന് പറയുമ്പോൾ ഗാർഡൻ ആണ്. അപ്പോൾ ബാബർ എന്ന് പറയുമ്പോൾ ബാബർ പണിയിപ്പിച്ച ഗാർഡൻ ഭാഗത്തേക്ക് അദ്ദേഹത്തിന്റെ ശവകുടീരം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ ബാക്കി പത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ അദ്ദേഹത്തിനെ അടക്കം ചെയ്യുന്നു. അപ്പോൾ ബാബറിന്റെ ടൂംബ് ഇന്ന് കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? നമ്മൾ കാബൂളിൽ പോകണം. ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. ബാബറിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നോ? ഓക്കെ, അതിൽ ഒരു ഭാര്യയുടെ മകൻ, ആ മകനാണ് പിന്നീട് രാജാവായത്. ബാജി സാഹിൽ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഹുമയൂൺ ആരായിരുന്നു? ഹുമയൂണിന്റെ അമ്മ. ബാബറിന്റെ ഭാര്യമാരിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഹുമയൂണിന്റെ അമ്മയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആരായിരുന്നു എന്നുള്ളത് നോക്കുക, കമന്റായിട്ട് പറയുക. ഈ ഹുമയൂൺ എന്ന് പറയുന്ന വ്യക്തി 1530 എന്തോ മരിക്കാൻ സാധ്യത കൂടിയ എന്തോ ഒരു അസുഖം അദ്ദേഹത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ബാബർ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്, എൻ്റെ മകനെ രക്ഷപ്പെടുത്തു, പകരം എൻ്റെ ജീവൻ എടുത്തോളൂ. അങ്ങനെ ബാബർ മരണം വരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയും കഥകളുണ്ട്. അങ്ങനെ മരിച്ച ബാബർ സ്വർഗത്തിൽ പോയി എന്ന് വിചാരിച്ചാൽ മതി. സ്വന്തം മകന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു പിതാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി. മരണശേഷം ബാബറിന് കിട്ടിയ ഒരു ടൈറ്റിൽ പോസ്റ്റ്യൂമസ്, മരണശേഷം. പല പത്മ അവാർഡും മരണശേഷം കൊടുത്തു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പോസ്റ്റ്യൂമസ് അവാർഡ് കൊടുത്തു, ഭാരത് രത്ന എന്നൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് മരണശേഷം ബാബറിന് കിട്ടിയ ടൈറ്റിൽ ഏതാണ്? സ്വർഗത്തിൽ താമസിക്കുന്ന വ്യക്തി, ഫിർദൌസ് മക്കാനി. എന്താ അർത്ഥം? സ്വർഗത്തിൽ വസിക്കുന്നവൻ, ഡ്വെല്ലിംഗ് ഇൻ പാരഡൈസ്. അപ്പോൾ ബാബറിന്റെ കഥ നിങ്ങൾ നോക്കൂ, സംഭവബഹുലമായിട്ടുള്ള കഥയാണ്. ജനനം മുതൽ മരണം വരെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കഥയാണ്. സെൻട്രൽ ഏഷ്യക്കാരനാണ്, അവിടെ നിന്നാണ് വന്നത്. തിമൂരിഡ് സാമ്രാജ്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ടർക്കിഷ് ഭാഷയാണ്. ആ ഭാഷ അറിയപ്പെടുന്നത് ചഗാത്തായി എന്നാണ്. ചഗാത്തായി നമ്മുടെ മംഗോൾസ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ് കേട്ടോ, ചഗാത്തായി. പഴയകാല ഒരു ഭാഷയാണ്. ഈ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നു. ആളെഴുതിയില്ലെങ്കിൽ പിന്നെ ആരെഴുതാനാണ്? അങ്ങനെ സംഭവബഹുലമായ കാര്യങ്ങൾ മുഴുവൻ മെൻഷൻ ചെയ്ത് ബാബർ എഴുതിയ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസൂഖ് ഇ ബാബുരി. ബാബറിന്റെ ഓട്ടോബയോഗ്രഫി കേട്ടോ, തുസൂഖ് ഇ ബാബുരി. പിൽക്കാലത്ത് നമുക്കറിയാം മുഗൾ സാമ്രാജ്യത്തിൽ പേർഷ്യൻ എന്നുള്ള ഭാഷയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുന്നുണ്ട്. 15 വർഷത്തോളം ബാബറിന്റെ മകനായിട്ടുള്ള ഹുമയൂണിന് പേർഷ്യയിൽ പോയി താമസിക്കേണ്ടി വരുന്നുണ്ട്. പേർഷ്യൻ ഇൻഫ്ലുവൻസ് പിന്നീടാണ് മുഗൾ സാമ്രാജ്യത്തിൽ കൂടുന്നത്. എന്തുകൊണ്ട് 15 വർഷം താമസിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് മറ്റൊരു കഥയിൽ പഠിക്കാം കേട്ടോ.
അങ്ങനെ ബാബർ, ഹുമയൂൺ, അക്ബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ തുസൂക്കി ബാബറി എന്ന് പറയുന്ന വർക്കിനെ പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റുന്നുണ്ട്. അക്ബറിന്റെ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് തുസൂക്കി ബാബറി ബാബർനാമയായത്. ബാക്കിയുള്ള രാജാക്കന്മാരുടെ വർക്കുകൾ നോക്കുക. ബാബർനാമ, ഹുമയൂൺ നാമ, അക്ബർനാമ, ജഹാംഗീർ നാമ, ഷാജഹാൻ നാമ, ഔറംഗസേബ് നാമയല്ല, ആളുടെ മറ്റൊരു പേരിൽ അലാംഗീർ നാമ എന്നറിയപ്പെടുന്നു. അപ്പൊ അതുപോലെ ബാബർ നാമ ഉണ്ടാകുന്നു ആരുടെ കാലഘട്ടത്തിൽ? അക്ബറിന്റെ കാലഘട്ടത്തിൽ. അക്ബറിനെ പറ്റി പറയുന്നത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തി എന്നാണ്. നല്ലൊരു റൂളറായിരുന്നു, അതിമനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്ബർ വാസ് ആൻ ഇല്ലിറ്ററേറ്റ്. അപ്പൊ അക്ബർ അല്ല എഴുതിയത്, അക്ബർ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ള അക്ബറിന്റെ നവരത്നങ്ങളെ പറ്റിയും ചോദിക്കും. എല്ലാം പതിയെ പതിയെ പഠിക്കാം. അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ള അബ്ദുൾ റഹീം ഖാൻ ഇ ഖാന. ക്ലാസ്സിൽ ഈ പേര് പഠിച്ചവർക്ക് ഇദ്ദേഹവും ബൈറാം ഖാനും തമ്മിലുള്ള കണക്ഷൻ അറിയാം. അക്ബറിന് വേണ്ടി യുദ്ധം ചെയ്ത് മൈനറായിരുന്ന അക്ബറിന് പ്രായപൂർത്തിയാകുന്നവരെ ഭരിച്ചൊരു വ്യക്തിയുണ്ട്, ബൈറാം ഖാൻ. അദ്ദേഹവും ഈ അബ്ദുൾ റഹീമും തമ്മിലുള്ള ബന്ധം അറിയാം. സോ അക്ബറിന്റെ വിശ്വസ്തനായിരുന്ന, അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒന്നായിരുന്ന, അക്ബറിനെ ഒരു പുത്രനെ പോലെ നോക്കിയ ബൈറാം ഖാന്റെ പുത്രനായിരുന്ന അബ്ദുൾ റഹീം ഖാനി ഖാനയ്ക്കാണ് ഈ വർക്ക് കൊടുത്തത്. അങ്ങനെ അദ്ദേഹം നല്ല വൃത്തിക്ക് ഈ തുസുക്കി ബാബറിയെ ബാബർ നാമ എന്നുള്ള പേരിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ബാബറിനെ പറ്റി പരീക്ഷാ പെർസ്പെക്റ്റീവിൽ ചോദിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതിനപ്പുറത്തേക്ക് ബാബറിനെ പറ്റി ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയുക. അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു മുഗൾ സാമ്രാജ്യത്തിലെ രാജാവിനെ പറ്റി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കണം. ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ, SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് സൈലത്തിൻ്റെ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച്. ക്ലാസ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഓക്കെ, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ 600 മണിക്കൂറിലധികം ക്ലാസ്സുകൾ ഉണ്ടാകും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. ആഴ്ചയിൽ ഒരു 5-6 ദിവസം ക്ലാസ്സുകൾ, ബാക്കിയുള്ള ദിവസം റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ കോളേജ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ, അല്ലെങ്കിൽ കോളേജിൻ്റെ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഒക്കെ ഉള്ള കുട്ടികൾ, പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണിത്. ക്ലിയർ ആണോ? അങ്ങനെ 1 വർഷം വാലിഡിറ്റി ഉള്ള ഈ ഒരു ബാച്ചിന് വരുന്ന പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത് 5999 രൂപയാണ്. 1 വർഷമാണ് ഈ ക്ലാസ്സുകളുടെ മുഴുവൻ വാലിഡിറ്റി നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ SSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം കേട്ടോ. അടിപൊളിയായിട്ട് പഠിപ്പിക്കുക. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.